ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം എങ്ങനെ ദുരുപദേശങ്ങളെ നമുക്ക് തിരിച്ചറിയാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പുതിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ദൈവികമാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വചനം പഠിക്കണം? ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം അവസാന കാലഘട്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കാലഘട്ടത്തെക്കുറിച്ച് യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിന്റെ 23 മുതലുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. യേശു തന്നെ പറയുകയാണ്, അവസാന കാലഘട്ടങ്ങൾ വരുമ്പോൾ കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും ഉണ്ടാകുമെന്ന് യേശു തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രതി നമ്മൾ ശ്രദ്ധയുള്ളവരായി ഇരിക്കണമെന്ന് യേശു നമ്മളോട് ആഹ്വാനം ചെയ്യണം. അപ്പോൾ നമ്മളുടെ ദേശത്തുണ്ടാകുന്ന ദുരുപദേശങ്ങളെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ചില ആത്മീയ പ്രസ്ഥാനങ്ങളെ അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 34 മുതൽ 39 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സംശയത്തിന്റെ ഉത്തരം ലഭിക്കും. ഇവിടെ വചനം ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗമാലിയേൽ. ആരാണ് ഈ ഗമാലിയേൽ? അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ശിമയോൻ ബെൻ ഹില്ലേൽ എന്നാണ്. അതുകൂടാതെ അറിയപ്പെടുന്ന നിയമ അധ്യാപകനായ ഹില്ലേൽ ദി എൽഡറിന്റെ കൊച്ചുമകനുമാണ് അദ്ദേഹം. ഈ ഗമാലിയേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവം എൻ്റെ അവകാശം എന്നാണ്. കൂടാതെ ഈ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 34 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, അവൻ സകലർക്കും ആദരണീയനാണ്, ഫരിസേയനാണ്, അതുകൂടാതെ തന്നെ സെൻഹിദ്രി സംഘത്തിന്റെ അംഗവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിയമ ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയിട്ടുള്ള അറിവുള്ള വ്യക്തിയായിരിക്കണം അദ്ദേഹം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ അപ്പോസ്തലനായ പൗലോസിന്റെ അധ്യാപകൻ കൂടിയാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അഗാധമായ പഴയ നിയമത്തെക്കുറിച്ചുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാനായിട്ട് സാധ്യതയുണ്ട്, ഈ യഹൂദ നിയമ പണ്ഡിതനായിട്ടുള്ള ഈ ഫരിസേയന്റെ ഉപദേശം ക്രിസ്ത്യാനികളായിട്ടുള്ള നാം എന്തിനു സ്വീകരിക്കണം? നമ്മൾ നോക്കാം, ചരിത്രം പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പിൽക്കാലത്ത് ക്രിസ്ത്യാനിയായി മാറിയതായിട്ടാണ് പറയുന്നത്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് വണങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം ആചരിക്കുന്നതും കാണാനായിട്ട് പറ്റും. ഈ വചനഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്താണ്? അപ്പോസ്തലന്മാരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യദൈവമായിട്ടുള്ള യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്ന് ബൈബിൾ പഠിതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് ഈ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ഈ ഗമാലിയേലിന്റെ ഉപദേശം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പണ്ഡിത മതം പറയുന്നത്. ഇവിടുത്തെ സന്ദർഭം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം അവിടുത്തെ ഉത്ഥാനത്തിന് ശക്തമായിട്ടുള്ള സാക്ഷ്യം നൽകിക്കൊണ്ട് ദൈവരാജ്യം ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്നു കൊണ്ട് ജനമധ്യത്തിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന യഹൂദ പ്രമാണികൾ ചിന്തിക്കുകയാണ്, ഇതൊരു ജുഡായിസത്തിന് എതിരാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ തകർക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ പിടിച്ച് തടവിലാക്കിയിരിക്കുകയാണ്. അവരിപ്പോൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗമാലിയേൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഉപദേശം ഇവിടെ പറയുന്നത് കാണാൻ പറ്റും. എന്താണ് ഗമാലിയേൽ പറയുന്ന ഉപദേശം? ഈ ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 2 വ്യക്തികളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് തെവുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി തന്നെ അതിന്റെ 8-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വചനഭാഗങ്ങളിൽ കാണുന്ന ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും തന്നെ മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ട് ജനങ്ങളെ ആകർഷിച്ച് താൻ ഒരു വലിയ വ്യക്തിയാണെന്നുള്ള ഭാവത്തിൽ ഇത് ജനങ്ങളുടെ മധ്യ ജീവിച്ച വ്യക്തികളായിരുന്നു എന്ന് കാണാൻ പറ്റും.
അവനും ഈ പറയുന്ന പോലെ 10-400 അതിലധികം ആളുകളെ അദ്ദേഹം തന്റെ ശിഷ്യരാക്കുകയും എന്നാൽ പിൽക്കാലത്ത് അവൻ വധിക്കപ്പെടുകയും അവന്റെ കൂടെ നടന്ന ഈ അനുയായികൾ ചിതറിക്കപ്പെടുകയും ചെയ്തു എന്ന് ആദ്യത്തെ ഒരു വ്യക്തിയുടെ ഉദാഹരണത്തിലൂടെ ഗമാലിയൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തിയാണ് ഗലീലിയനായിട്ടുള്ള യൂദാസ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. AD 6 കിരോനിയസ് എന്ന് പറഞ്ഞ രാജാവ് സെൻസസിന് വേണ്ടി ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഒരു സംഘടന രൂപപ്പെട്ടു വന്നു. അതാണ് എരിവുകാരുടെ സംഘടന. ഇതൊരു രാഷ്ട്രീയ മത പ്രസ്ഥാനമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ഗലീലിയനായിട്ടുള്ള യൂദാസ് എന്ന് കാണാൻ പറ്റും. അദ്ദേഹം ഒരുപാട് അനുയായികളെ ആകർഷിച്ചു. എന്നാൽ ഇദ്ദേഹം പറയുകയാണ്, വചനം പറയുകയാണ്, അവനും നശിച്ചു, അവന്റെ അനുയായികളും ചിതറിപ്പോയി. നമുക്കറിയാം, ഈ എരിവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാനാൻകാരൻ ശിമയോൻ എന്ന് പറയുന്ന യേശുവിന്റെ ഒരു അപ്പസ്തോലൻ എന്ന് നമുക്ക് വചനഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പരിഗണിച്ച് വേണം ഇടപെടാനെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 38-39 വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും. ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും. അതായത് ഇപ്പോൾ അപ്പസ്തോലന്മാർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ, സുവിശേഷ വേല, അതല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇതെല്ലാം മനുഷ്യന്റെ ഉദ്യമത്തിൽ നിന്നും ആലോചനയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ യൂദാസും അതുപോലെ തന്നെ തെവുദാസും നശിച്ചു പോയതുപോലെ ഇവരും താനെ നശിച്ചു പോകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ നിന്ന് ദൈവമക്കൾക്കുള്ള ഉപദേശം എന്താണ്? നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആലോചനയോടുകൂടെ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ദൈവം അടിസ്ഥാനമിട്ടതും ദൈവം നടത്തുന്നതുമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനോ ഒരു വ്യക്തിക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്താണ് വിഷയം എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ദുരുപദേശക സംഘങ്ങൾ, ചില കൂടാരങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ഒരു സമയം വരെ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് അത് നശിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചില സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴും നമുക്കിത് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. കഴിഞ്ഞ കാലത്ത് വളരെ ശക്തിയോടുകൂടെ നിന്നിരുന്ന പല ആത്മീയ പ്രസ്ഥാനങ്ങളും ഇന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവം പറയുകയാണ്, ഇത് ഒരു ആത്മീയ പൈതൽ, ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവ ആലോചനയിൽ മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ പെർമിഷനോടുകൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ ദൈവമുണ്ടാകും. അല്ലാത്ത പക്ഷം അത് മാനുഷികമായിട്ടുള്ള ആലോചനയും സംരംഭവുമാണ് എന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവ വിചാരത്തോടുകൂടെ ദൈവത്തിന്റെ പെർമിഷനോടുകൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയാണ്, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മൾ ഓർക്കണമേ, ദൈവം പെർമിഷൻ തരുന്ന, ദൈവം അടിസ്ഥാനമിടുന്ന ഏതൊരു പ്രസ്ഥാനവും ഒരു വ്യക്തിയോ ഒരു ഉദ്യമമോ അത് എന്നേക്കും നിലനിൽക്കും എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പെർമിഷനോടുകൂടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ വിജയിപ്പിക്കേണ്ടത് പിന്നീട് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ മനുഷ്യന്റെ ഉത്തരവാദിത്തമല്ല. മനുഷ്യനോട് ചേർന്ന് ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് ആത്മീയ പ്രവൃത്തി ആയിക്കോട്ടെ ഭൗതികമായിട്ടുള്ള പ്രവൃത്തി ആയിക്കോട്ടെ, ദൈവത്തിന്റെ വാക്കിനാലാണ് നമ്മളൊരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ വിജയിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മളോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ് ഈ വചനം നമുക്ക് നൽകുന്ന ഉപദേശം. മൂന്നാമത്തെ കാര്യം എന്താണ്? മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ആരൊക്കെ ദൈവവചനവുമായിട്ട് വന്നാലും അവരെ എല്ലാം എതിർക്കുന്നവരെയും ചീത്ത വിളിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിച്ച് നോക്കാതെ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കാരണം എന്താ? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ എടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ പെർമിഷനോടുകൂടെ ഒരു ദൈവവേല ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ എതിർത്താൽ നമ്മൾ ദൈവത്തെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്നുള്ളത് പലർക്കും അറിയത്തില്ല. ഈ ഒരു ചിന്തയില്ലാതെയാണ് കാണുന്ന എല്ലാ സുവിശേഷകരെയും, കാണുന്ന എല്ലാ ആത്മീയ പ്രവർത്തകരെയും, എല്ലാ ദൈവവേലക്കാരെയും കുറെ വ്യക്തികൾ അന്ധമായി അടച്ച് ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓർക്കണമേ,
മാത്രമേ നിങ്ങൾ എതിർക്കുന്നത് ദൈവത്തെയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ എതിർക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാവൂ എന്നുള്ളതാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ഉപദേശം. വേറെ ഏതെങ്കിലും രീതിയിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിച്ചാൽ 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇവിടെ വചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കൊന്ന് വചനഭാഗം വായിക്കാം. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നമുക്കറിയാം, അപ്പസ്തോലന്മാർ നേരിട്ട് ഓരോ ദേശങ്ങളിൽ ചെന്ന് ഓരോ വ്യക്തികളോടും ഓരോ സഭയിലും സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അവർ പ്രസംഗിച്ച സുവിശേഷമോ അതല്ലെങ്കിൽ ആ സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങളായിട്ടുള്ള കത്തുകളോ, ഓരോ സഭയ്ക്ക് എഴുതിയിട്ടുള്ള കത്തുകൾ, ഓരോ വ്യക്തിക്ക് എഴുതിയിട്ടുള്ള കത്തുകളുണ്ട്. അപ്പോൾ ഈ രണ്ടും ചേർന്നിട്ടുള്ള ഈ ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രണ്ടും ചേർന്നിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചാൽ ഇത് അപ്പസ്തോലൻ പറയുകയാണ്, അത് നിങ്ങൾ വിശ്വസിക്കേണ്ട, അത് ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ കാലഘട്ടം വരെ മാത്രമേ അത് നിലനിൽക്കൂ, അതിനുശേഷം അത് നശിച്ചു പോവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ കാര്യം നമുക്ക് ചിന്തിക്കാം. അവസാന കാലഘട്ടം എത്തുമ്പോൾ യേശു ഇതാ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനേകം വ്യാജ ഉപദേഷ്ടാക്കൾ വരും. അതുകൊണ്ട് യേശു നേരത്തെ നമ്മളോട് ഓർമ്മപ്പെടുത്തി, നമ്മൾ ഇതാ വചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദുരുപദേശങ്ങളിൽ നിന്ന് അതിജീവിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ വചനം പഠിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണമെന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ വചനം കേട്ട് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്.